ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ച കാര്യമാണ് ഈ UK-യിലെ ജോബിനെ പറ്റി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യുമോ എന്ന് ചോദിച്ച് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിനെ പറ്റിയാണ്. UK-യിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സാലറി പാക്കേജും ബെനിഫിറ്റും കിട്ടുന്ന ഒരു ജോലിയാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബസ് ഓടിക്കുന്ന നമുക്ക് ഒരു മലയാളി സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളോട് ചോദിച്ച് നമുക്ക് A to Z കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ ഇത് ഡ്രൈവറായിട്ട് കയറാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമ്മൾ ഇനിയും നമുക്ക് UK-യിലെ ജോബിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ മടികൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ ബട്ടൺ അമർത്തിയിടാമെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ ആള് ഇതാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ബ്രോ. ഹായ്, എൻ്റെ പേര് അലക്സ്. നാട്ടിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് സ്ഥലം. ബ്രോ ആണ് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ബസ്സിലെ ഡ്രൈവർ. ഫസ്റ്റ് ബസ്സിൽ കയറാനായിട്ട് ബ്രോ എന്താണ് ആദ്യമേ ചെയ്തത്? എങ്ങനെയാണ് ഇത് വേക്കൻസി ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്? ഇവിടെ വേക്കൻസി ഉണ്ടോയെന്ന് അറിയാൻ പറ്റുന്നത് അവർക്ക് എപ്പോഴാണോ ഡ്രൈവേഴ്സിനെ കൂടുതൽ വേണ്ടത്, മിക്കപ്പോഴും ഈ ബസ്സിൻ്റെ പുറകിൽ അവർ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഡ്രൈവേഴ്സിനെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബസ്സിൻ്റെ പുറകിൽ പിന്നെ ഈ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും അവർ ട്രെയിനി ഡ്രൈവേഴ്സിനെ എടുക്കുന്നുണ്ടെന്ന്. ട്രെയിനി ഡ്രൈവേഴ്സിനെയാണ് ഞാൻ ട്രെയിനി ഡ്രൈവറായിട്ടാണ് അവിടെ കയറിയത്. കാരണം എനിക്ക് ഇവിടുത്തെ PCV ലൈസൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ട്രെയിനി ഡ്രൈവറായിട്ടാണ് ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്തത്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രോ, ഈ ദുബായ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് കയറാൻ പറ്റുന്നു. ആ ഒരു സംഭവം എന്താണ്? ഞാനും കേട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അത്ര കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല. കാരണം ഞാൻ കേട്ടേക്കുന്നത് വെച്ചാൽ ദുബായ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇപ്പം ദുബായിൽ കാർ ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുബായ് കാർ ലൈസൻസ് അത് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടുത്തെ റോഡ് ടെസ്റ്റോ തിയറി ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ദുബായിലൊക്കെ ഉള്ള ബസ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 6 മാസമെങ്കിലും ഇവിടെ വന്നതിന് ശേഷം മാത്രമേ ഈ ബസ്സിലേക്ക് കയറാൻ പറ്റുള്ളൂ എൻ്റെ ഒരു പരിമിതമായ അറിവ്. എനിക്ക് അത്ര ഉറപ്പില്ല കാര്യത്തിൽ. ഇവിടെ UK-യിലെ നമ്മുടെ കാറിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെ 18 വയസ്സ് കംപ്ലീറ്റ് ആയി ഇവിടെ UK കാർ ലൈസൻസ് ഉണ്ട്. അതായത് കാർ മാനുവലോ ഓട്ടോമാറ്റിക്കോ ഉണ്ട്, ലൈസൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെനാൽറ്റി പോയിന്റ് 6 പോയിന്റ്സിൽ താഴെയാണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും, മെയിലോ ഫീമെയിലോ ആർക്ക് വേണമെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സെലക്റ്റഡ്, അതാണ് ബേസിക് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ബ്രോയ്ക്ക് ഇന്റർവ്യൂ ചോദിച്ച ഒരു 4 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബ്രോ ചോദിച്ച് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ നമുക്ക് ഇനി ഇന്റർവ്യൂ നോക്കിയിരിക്കുന്ന അവർക്ക് വേണ്ടി എന്ന് പറയാം. എന്നോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നീ ഈ ജോബ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പം തൊട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളൊന്നാണിത്. എനിക്ക് പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ട് ആഗ്രഹമുള്ള കാര്യമാണ് ബസ് ഓടിക്കുക എന്നുള്ളത്. അത് പറഞ്ഞു. അതിനുശേഷം എന്നോട് ചോദിച്ചു, ഒരു നോർമൽ ഡ്രൈവറും ഒരു പ്രൊഫഷണൽ ഡ്രൈവറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെയാണ് നിനക്ക് തോന്നുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രൊഫഷണൽ ഡ്രൈവർ എപ്പോഴും അവൻ്റെ കൂടെയുള്ള പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റിയും കംഫർട്ടുമാണ് എപ്പോഴും പ്രയോറിറ്റി അവൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദിച്ച ചോദ്യം, ഇതിൻ്റെ അകത്തുണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിനക്ക് ഇതിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നിനക്ക് അറിയാമോ, എന്തെങ്കിലും നീ അതിനെക്കുറിച്ച് വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്, നമ്മൾ വേരിയസ് ടൈപ്പിലുള്ള പീപ്പിൾസിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഡെയിലി. അത് ഡിഫറെൻറ്റ് ഏജസ് ആയിരിക്കും, ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ആയിരിക്കും, പല കൺട്രീസിൽ നിന്ന് വരുന്നവരായിരിക്കും. ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏജും ഒക്കെ ഒരു ബാരിയറായിരിക്കാം. അതൊക്കെ ആണ് ഇതിൻ്റെ അകത്തൊരു ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ ആയിട്ട് തോന്നാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ഒരു 3 ചോദ്യമാണ് എന്നോട് ചോദിച്ചിരുന്നവർ. എനിക്കിപ്പം പെട്ടെന്ന് തിരക്കിയപ്പം കിട്ടിയത് ബ്രോയാണ്, മലയാളിയായിട്ട് എനിക്കറിയാവുന്നത്. അപ്പം ബ്രോയുടെ കൂട്ടത്തിൽ വേറെ മലയാളികൾ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബ്രിസ്റ്റോളിൽ ഫസ്റ്റ് ബെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ബസ് സർവീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ഉള്ള ഈ ബ്രിസ്റ്റോളിൽ ഒരു 35-40 മലയാളീസ് ടോട്ടൽ ബസ്സിലെ ഡ്രൈവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനാണിപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് മെമ്പർ. ഒരു 18 വർഷത്തോളം ഒക്കെ ആയിട്ട് ഇവിടെ ബസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു എനിക്ക് തോന്നുന്നു ഒരു 5-6 ചേട്ടന്മാർ തന്നെ നിലവിലുണ്ട്. ഒരു 38 പേരാണ് ടോട്ടൽ നമ്പർ എന്നാണ് എൻ്റെ ഒരറിവ്. ഒത്തിരി മലയാളികളുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്, നല്ല 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 ചേട്ടന്മാരാണ് എല്ലാവരും. ഏതൊരു ജോലിക്കാണേലും നെഗറ്റീവും കാണും, പോസിറ്റീവും കാണും. അപ്പം ബ്രോയ്ക്ക് ഈ ഒരു ജോലിയെ പറ്റി തോന്നിയ നെഗറ്റീവ് പറഞ്ഞോ,
പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഞാൻ അതിന് പോസിറ്റീവ് സൈഡ് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം വണ്ടി ഓടിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ബസ് ഓടിക്കുന്നു എന്നുള്ളൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതാണ് ഏറ്റവും പോസിറ്റീവ് കാര്യം. ഇവിടെ 12 മണിക്കൂർ ഷിഫ്റ്റ് അല്ല ഉള്ളത്, ഒരു 8 മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് അല്ലെങ്കിൽ 10 മണിക്കൂറിൻ്റെ ഷിഫ്റ്റൊക്കെയാണ് ഉള്ളത്. ചിലപ്പം ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ടുകളാണ്, അതപ്പോൾ ഒരു 12 മണി 1 മണിക്ക് തീരും. പിന്നെ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഡ്യൂട്ടികൾ കാണും. അപ്പം നമ്മുടെ ഫാമിലിക്ക് അനുസരിച്ച് നമുക്ക് ഒരു കുറച്ചൊക്കെ നമുക്ക് ഡ്യൂട്ടികളൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ഫുള്ള് ഫസ്റ്റ് ബസ്സിലും അതുപോലെ ബാക്കി ബസ്സുകളിലും ട്രാവൽ ഫുള്ള് ഫ്രീ ആണ്. പിന്നെ ട്രെയിൻസിൽ 6 pounds എങ്ങാണ്ടേ ഉള്ളൂ ടിക്കറ്റ്. പിന്നെ ഡ്രൈവേഴ്സിൻ്റെ ഒത്തിരി റിവാർഡ്സിൻ്റെ നമുക്കൊരു ഒത്തിരി ബെനിഫിറ്റുകളൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പുതിയ എൻ്റെ കാറിന് ഇൻഷുറൻസ് എടുത്തപ്പോൾ അവരുടെ റിവാർഡിലൂടെയാണ് ഇൻഷുറൻസ് എടുത്തത്. ഞാൻ പഴയ അടച്ചുകൊണ്ടിരുന്ന ഇൻഷുറൻസ് നിയർ 100 pounds ആയിരുന്നു. ഇപ്പോൾ അത് 50 pounds സംതിങ്ങേ ഞാൻ അടയ്ക്കുന്നുള്ളൂ. അങ്ങനത്തെ ബെനിഫിറ്റുകൾ ഒത്തിരി ഉണ്ട്. നെഗറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 മാസം ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പം തൊട്ട് ആസ് എ ബസ് ഡ്രൈവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നതും വരെ കുറച്ചേറെ സ്ട്രഗിളിലൂടെയും ടെൻഷനിലൂടെയൊക്കെ പോകാനുണ്ട്. അതൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോയിൻ്റായിട്ട് തോന്നിയത് ഇവിടുത്തെ റൂട്ടെല്ലാം തന്നെ നമ്മൾ കാണാതെ പഠിക്കുക എന്നുള്ളതൊരു നെഗറ്റീവ് ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ബസ്സിൻ്റെ ക്യാബിനകത്ത് നമുക്ക് നാവിഗേഷൻ സിസ്റ്റങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഡേ ബൈ ഡേ റൂട്ട് പഠിച്ചു വന്നപ്പം അതിപ്പോൾ ഒരു പ്രശ്നമല്ലാതെയും തോന്നുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ പ്രൊസീജിയർ സംഭവം. അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു. ഇതിനെ ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ റോഡിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ്, എനിക്ക് ബേസിക് ഡ്രൈവിംഗ് അറിയാമെന്നുള്ളത്. പിന്നെ മോക്ക് ടെസ്റ്റ്, അതും കൂടെ കഴിഞ്ഞു. ഞാൻ അവിടെ സെലക്ട് ആയി. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഞാൻ അവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്താണെന്നുള്ളതാണ്. ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് വിടേണ്ടതായിട്ട് വന്നു. കാരണം ആസ് എ ഡ്രൈവറായിട്ട് ബസ് ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ജോലി കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ജോലി ഞാൻ റിസൈൻ ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷമാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്ത് ആദ്യത്തെ വീക്ക് കാർ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ രണ്ടാമതായിട്ട് വീണ്ടും PC ലൈസൻസിലേക്ക് പോകുന്ന സമയത്ത് തിയറി ടെസ്റ്റ് പാസ്സാകേണ്ടത് നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീക്ക് ഫുള്ള് തിയറി ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ്. സെക്കൻഡ് വീക്കിൻ്റെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിൽ തിയറി ടെസ്റ്റിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെയാണ്, എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെയാണ് അതിൻ്റെ എക്സാം നടക്കുന്നത്. പക്ഷേ അത് DVLയുടെ ആൾക്കാർ അവിടെ വന്നാണ് അതിൻ്റെ ടെസ്റ്റ് ഇടുന്നത്. 100 questions ഉള്ളത്. അതിനകത്ത് എബോ 86 വേണം നമ്മൾ പാസ്സാകാൻ. പിന്നെ ഒരു ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും, കേസ് സ്റ്റഡിയുടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ 3 പാസ്സാകണം. അത് 3 ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അതിനുശേഷം നെക്സ്റ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വീക്ക് തൊട്ട് നമ്മൾ ബസ്സിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്കൊരു 3 പേരുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും നമ്മുടെ. ബേസിക്കലി 3-4 കൂടുതൽ പോകാറില്ല, 3 ആയിരിക്കും ബേസിക്കലി ഉണ്ടായിരിക്കുക. നമുക്കൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കാണും. നമുക്ക് സെക്കൻഡ് വീക്ക് തൊട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക്, ഫോർത്ത് വീക്കിന് ലാസ്റ്റ് ആയിരിക്കും നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുക, റോഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിനു മുമ്പായിട്ട് തേർഡ് വീക്കിൻ്റെ ഒരു മിഡിൽ നമുക്കൊരു ബസ് റിവേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു മനുവർ, അതായത് റിവേഴ്സ് മനുവർ എടുത്ത് അത് പാസ്സാകണം. അതും DVLയുടെ ആൾ വന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക്, അതായത് ലാസ്റ്റ് വീക്ക് നമ്മൾ റോഡ് ടെസ്റ്റിലേക്ക് പോകണം. റോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DVLയുടെ ആൾ എക്സാമിനർ നമ്മളോടത്തുണ്ടായിരിക്കും. നമ്മൾ ബസ്സുമായിട്ട് നമുക്കൊരു ബേസിക്കലി ഞങ്ങളുടെ ഉണ്ടായിരുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു 5-6 ടെസ്റ്റ് റൂട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 6 ടെസ്റ്റ് റൂട്ടിൽ 7 ടെസ്റ്റ് റൂട്ട് വേണമെങ്കിൽ എക്സാമിനർക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു ടെസ്റ്റ് റൂട്ട് എടുത്ത് നമ്മൾ പോകുന്നു. അത് ഏകദേശം 1 hour നമ്മൾ നോർമൽ റോഡ് കണ്ടീഷനിൽ നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനർ എന്തെങ്കിലും ടേൺസ് ഉണ്ടെങ്കിൽ മാത്രം ലെഫ്റ്റോ റൈറ്റോ ടേൺ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ ആ റോഡ് കണ്ടീഷനിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യുന്നു, എങ്ങനെ സേഫായിട്ട് വണ്ടി ഓടിക്കുന്നു അവർ നോക്കിയതിന് ശേഷം നമ്മൾ അവസാനം വീണ്ടും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ടെസ്റ്റിൻ്റെ അവസാനം തിരിച്ചു വരും. അവിടുന്ന് തന്നെ നമുക്ക് റിസൾട്ട് അവർ പറയുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായി. പിന്നെ എനിക്ക് ഒറ്റ അറ്റംപ്റ്റും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് അറ്റംപ്റ്റിൽ പോയി. ആ സമയത്ത് ഞാൻ പാസ്സായി. 12 മൈനേഴ്സ് വരെ നമുക്കുണ്ടാകാൻ പ്രശ്നമൊന്നുമില്ല, അത് ഫെയിലാകത്തില്ല. പക്ഷേ ഒരു സെയിം മൈനർ മിസ്റ്റേക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മേജർ മിസ്റ്റേക്കായിട്ട് മാറും. സീരിയസ് മിസ്റ്റേക്കുകളുണ്ട്, അതായത് ഡേഞ്ചർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരെണ്ണം ഉണ്ടായാൽ തന്നെ അപ്പം തന്നെ നമ്മൾ എക്സാം ഫെയിലാകുകയാണ് ചെയ്യുന്നത്.
അതെന്തൊക്കെയാണ് ബ്രോ ഈ ഡേഞ്ചർ ആയിട്ടുള്ള മിസ്റ്റേക്ക്? ഡേഞ്ചർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ഒരു ഡേഞ്ചർ മിസ്റ്റേക്കാണ്. അതായത് സഡൻ ബ്രേക്സ് ഒരു ഡേഞ്ചർ മിസ്റ്റേക്കാണ്. പിന്നെ അതാണ് പിന്നെ ഡേഞ്ചർ മിസ്റ്റേക്കിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചർ മിസ്റ്റേക്കാണ്. ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് രണ്ടെണ്ണമാണ് ഡേഞ്ചർ മിസ്റ്റേക്കുകൾ. പിന്നെ സീരിയസ് മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ജമ്പിങ് ഒരു സീരിയസ് മിസ്റ്റേക്കാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സീരിയസ് മിസ്റ്റേക്കുകളാണ്. ഒരു സീരിയസ് മിസ്റ്റേക്ക് ഉണ്ടായാൽ തന്നെ നമ്മൾ ഫെയിലാകും. ഡേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതുപോലെ തന്നെ സെയിം ഏറ്റവും മെയിൻ സാധനം ഡേഞ്ചർ മിസ്റ്റേക്ക്, സീരിയസ് മിസ്റ്റേക്ക്, പിന്നെ മൈനർ. ഏതെങ്കിലും ഒരു മൈനർ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫെയിലാവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതിന് ശേഷം റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് നമുക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് മോഡ്യൂൾ 4 എന്ന് പറയുന്ന ടെസ്റ്റും കൂടി ഉണ്ട്. അത് സേഫ്റ്റി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ്. ബേസിക് വെഹിക്കിൾ ചെക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അത് നമുക്ക് DVLയുടെ ആൾ വരും, അന്ന് തന്നെ അത് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ടെസ്റ്റ് കഴിഞ്ഞ് അതും കൂടെ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പാസഞ്ചേഴ്സിനെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് സർട്ടിഫിക്കറ്റ് വരും. ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് ആയാണ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് സൈൻ ഓഫ് ആയി നമ്മൾ ഏത് ഡിപ്പോയിലോട്ടാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ ആ ഡിപ്പോയിൽ ജോയിൻ ചെയ്യും. അപ്പം ആ സമയത്ത് നമുക്ക് ജോയിൻ ചെയ്യുമ്പം തൊട്ട് നമുക്കൊരു മെൻറ്റർ ഡ്രൈവർ ഉണ്ടായിരിക്കും. നമ്മൾ വണ്ടി ഓടിക്കുന്നു, പുള്ളി നമുക്ക് റൂട്ട് പറഞ്ഞു തരുന്നു. നമ്മൾ പാസഞ്ചറിനെ എടുക്കുന്നു, അവരുടെ ടിക്കറ്റ് എടുക്കുന്നു, ടിക്കറ്റിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യുന്നു, എല്ലാ ഷോപ്പുകളിൽ നിർത്തുന്നു, ആളെ ഇറക്കുന്നു, കയറ്റുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ വണ്ടി ഓടിക്കുന്നു. അങ്ങനെ നമ്മൾ 4 ആഴ്ച ബേസിക് ആയിട്ട് 4 ആഴ്ച 5 ആഴ്ച അങ്ങനെ റൂട്ട് ട്രെയിനിങ്ങിലായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഈ ബ്രിസ്റ്റോളിലെ ഏറ്റവും വലിയൊരു ഡിപ്പോളിലൊന്നിലാണ്. അപ്പം അവിടെ ഒരു 22 റൂട്ട് അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 22 റൂട്ട് ഞാൻ ഓരോ റൂട്ടും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മെൻറ്റർ നമുക്ക് സൈൻ തരും. അങ്ങനെ ഞാൻ 22 റൂട്ടിൽ നിന്ന് സൈൻ ഓഫ് ആയി ഞാനിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവറായി. ഇപ്പോൾ ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ പാസഞ്ചറിനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പാസഞ്ചറിനെ എടുത്ത റൂട്ടിൽ കൂടെ പോകാൻ തുടങ്ങി. ഏറ്റവും പാടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഈ റൂട്ട് പഠിക്കുക എന്നുള്ളത്. കാരണം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2-2.5 വർഷമായുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ റൂട്ട് പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ അത് ഡേ ബൈ ഡേ ഞാൻ പോയി ഇത് പഠിച്ചു. പിന്നെ ഒരു പുതിയ കയറുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നതും തൊട്ട് നമ്മൾ ഈ റൂട്ട് ട്രെയിനിങ് കഴിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആകുന്ന വരെയുള്ള ആ ഒരു 2.5-3 മാസം കാലം ഒരു സ്ട്രഗിൾ പീരീഡാണ്. കാരണം നമ്മൾ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണം. അത് ഒരു ഫസ്റ്റ് കാര്യം. ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് 2ാമത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ അവിടെ ഓപ്ഷൻ ഒന്നുമില്ല, നമ്മൾ പിന്നെ അടുത്ത ജോലിക്ക് പോകേണ്ടി വരും. അതൊരു ഭയങ്കര പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് മെയിനായിട്ട് അവിടെ വേണം. പിന്നെ അതിനുശേഷം നമ്മൾ ലൈസൻസ് ഒക്കെ കിട്ടി ഈ റൂട്ട് ട്രെയിനിങ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. കാരണം നമുക്ക് നോട്ട് എഴുതി നേരത്തെ വെക്കാം, അത് വെച്ച് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഈ നമ്മൾ ആ ആക്ച്വൽ സിറ്റുവേഷനിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം നമുക്ക് വഴി തെറ്റാതിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാകുന്നുള്ളൊരു ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൂളാവും. നല്ലൊരു പ്രൊഫഷനാണ്. ഞാൻ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ നമുക്ക് അവർ പേ ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല പേ ഉണ്ട്. ഞാൻ പറയുന്നത് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനും നല്ലൊരു പ്രൊഫഷനായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ജോലി തന്നെയാണ് ഈ ആസ് എ ഡ്രൈവർ എന്നുള്ളത്, PCV ഡ്രൈവർ എന്നുള്ളത്. ഡ്രൈവിംഗ് സ്കൂളിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പിന്നെ റൂട്ട് പഠിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാം ശേഷമാണല്ലോ ഇപ്പോൾ ഈ മെഡിക്കൽ എടുക്കണമല്ലോ. മെഡിക്കലിൻ്റെ സംഭവം എന്തൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ ഏറ്റവും അവസാനമല്ല മെഡിക്കൽ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എൻ്റെ ബേസിക് റോഡ് ടെസ്റ്റ് കഴിഞ്ഞു, എൻ്റെ കേസ് സ്റ്റഡിയുടെ ടെസ്റ്റ് കഴിഞ്ഞു. ആ സമയത്ത് തന്നെ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചാണ് എൻ്റെ മെഡിക്കൽ എടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഐ ടെസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ ടെസ്റ്റ് ചെയ്യും. ലെഫ്റ്റും റൈറ്റും ഐസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടച്ചു വെച്ച് അവിടെ ബോർഡിലേക്ക് ലെറ്റേഴ്സ് വായിക്കാൻ പറഞ്ഞു. പിന്നെ BP എടുക്കും. പിന്നെ ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല, എന്തെങ്കിലും ഡിസീസിനെ പറ്റി അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനെ പറ്റി അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. വേറെ വലിയ കാര്യമായിട്ടുള്ള മെഡിക്കലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയതായിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇതുപോലെ ബസ് ഡ്രൈവറായിട്ട് കയറാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനായിട്ടുള്ളത്, ഇപ്പം ഒത്തിരി പേര് പറയുന്നുണ്ട് ഇപ്പോൾ UK വന്നിട്ട് നമുക്ക് അവനവൻ്റെ പ്രൊഫഷനിലോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാവരും തന്നെ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, നമ്മളിന്ന് അത്യാവശ്യം ഒരു നല്ലൊരു ജോലി നോക്കി മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. നമ്മൾ അതിനായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യണം. ബേസിക്കായിട്ട് നമ്മൾ അതിനായിട്ട് മുമ്പോട്ട് ഇറങ്ങണം. കാരണം നമ്മൾ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ ചെറുതായിട്ടൊന്ന് ഞാൻ എൻ്റെ ഇംഗ്ലീഷൊന്നും ഫ്ലുവൻ്റ് ഒന്നുമല്ല, പക്ഷേ ചെറുതായിട്ടൊക്കെ ഒന്ന് അതിനായിട്ടൊന്ന് മുമ്പോട്ടൊന്ന് ഇറങ്ങണം. അതിനുശേഷം ഇപ്പം ബസ്സിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ നല്ല പേ ഉണ്ട് അവർ ചെയ്യുന്നത്. ജോലി ഭാരം എന്ന് പറഞ്ഞാൽ എല്ലാ ജോലിക്കും അതിൻ്റേതായ പാടുണ്ട്. ഇതിനും അതിൻ്റേതായ ടെൻഷനും റിസ്ക്കും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊന്ന് മുമ്പോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് മുമ്പോട്ട് ഇറങ്ങാൻ തയ്യാറാണ്, ഇച്ചിരി റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ
ഇത് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഒരു ആസ് എ ബസ് ഡ്രൈവർ എന്നുള്ളത് ഇവിടെ. കാരണം നല്ല അത്യാവശ്യം എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കൊരു ബഹുമാനം തരുന്ന, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരം അവർ നമ്മളോട് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ഉണ്ടാകാറുണ്ട്. അപ്പം കൂട്ടുകാരെ, ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഉപകാരപ്പെടുമെന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ ഇത്രയും നാൾ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. അപ്പോൾ അലക്സ് ബ്രോ, താങ്ക് യു. താങ്ക് യു നല്ലൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നതിന്.